കോളേജ്. ലേബർ ഓഫീസിൽ ഒരുപാട് സ്ത്രീകളെ കയറ്റുന്നുണ്ട് പ്രസവിക്കാൻ. ലേബർ റൂമിൽ ഓഫീസ് ഞാൻ പറഞ്ഞ്, അത് ഞാൻ ഈ വിദേശത്താ പോക്ക്, ഈ ആസ്പത്രിയിൽ ഇങ്ങനെ പോക്കില്ല. അങ്ങനെ ലേബർ റൂമിൽ ഒരുപാട് സ്ത്രീകളെ കയറ്റുന്നുണ്ട്. അങ്ങനെ നോക്കൂ, 100 സ്ത്രീകളുണ്ട് പ്രസവിക്കാൻ കയറ്റിയത്. അപ്പൊ അവസാനം വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണോ നിർബന്ധം, എന്നാ ചെയ്തോളൂ, ഇതിന് ഒപ്പിട്ടു. കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം കുട്ടീനെ കൊണ്ടുവരുന്നു. അപ്പൊ ഈ കുട്ടീനെ കൊണ്ടുവന്നപ്പോ ഇയാള് ഒരു SKSF-ന്റെ പ്രവർത്തനോ മറ്റോ ആയിരിക്കാം. ഇയാള് ചോദിക്കുന്നത് എന്റെ ഭാര്യ എവിടെ? ഭാര്യ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോധം കെടുത്തിട്ടുള്ളത്. അപ്പൊ ഇയാളെ ചോദ്യം, ഇതെന്റെ കുട്ടി എന്നാന്നുള്ള എന്താ തെളിവ്? സിസ്റ്ററോടാ ചോദ്യം. അപ്പോ ഈ പ്രസവിച്ച പെണ്ണ് ബോധമൊക്കെ തെളിഞ്ഞതിന്റെ ശേഷം ഇത് നമ്മളെ കുഞ്ഞെന്ന്. അപ്പൊ ഇയാളെ ചോദ്യം, ഈ കുട്ടി എന്റേതാണെന്ന് എന്താ തെളിവ്? അപ്പൊ ഇതാ എന്റെ അടുത്തുള്ള കുട്ടി, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതന്നില്ലേന്ന് ഈ പാവപ്പെട്ട പെണ്ണ് പറയാണേ. അപ്പൊ ഇയാളെ ചോദ്യം, 100 കുട്ടികളില്ലേന്ന് അതിന്റെ ഉള്ളില്? എവിടെ? ലേബർ റൂമിൽ ഒരുപാട് പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടില്ലേ? നീ ബോധം കെട്ട സമയല്ലേ? അതുകൊണ്ട് ഇക്കുട്ടി എന്റെ ആണെന്നുള്ള എന്താ തെളിവ്? ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. കൂരിയാട്ടാരന്റെ ആയത്ത്. അതായത് ഖണ്ഡിതമായ തെളിവില്ലാതെ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഈ കുട്ടി എന്റെ ഭാര്യ പ്രസവിച്ചതാണെന്നുള്ളതിന് തെളിവെന്താണ്? എന്താ ചെയ്യാ? നമ്മളൊരു കാര്യം ചെയ്യാം, ഈ കുട്ടീനെ നമ്മക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അല്ലേ പിന്നെ SSF-കാരനാവേണ്ടി വരും. ഇങ്ങനെ വല്ല കുട്ടിയെയും ആരെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇവന്റെ ന്യായം എന്താ? അവിടെ ഒരുപാട് കുട്ടികളില്ലേ? ആ ലേബർ ഓഫീസിൽ കുറെ കുട്ടികളുള്ളത് കൊണ്ട് ഇക്കുട്ടിയെ കുറിച്ചുള്ള ചർച്ചയാവും. ഇക്കുട്ടി നിന്റേതാണോ എന്നാ നോക്കണ്ടേ. ഞാനിത് പറഞ്ഞു വരുന്നത്, അബുദാബി കുറെ മുടിയുണ്ട് എന്നാ ഇപ്പൊ പറയും. ഇനിയിപ്പോ എന്തായിട്ടുണ്ട്? നമുക്കൊരു മുടി തന്ന വകയിൽ ഇനി അവിടെയുള്ള എല്ലാ മുടിയും നഷ്ടപ്പെടുത്തി കളയാം, അല്ലെങ്കിൽ ആരും ഇനി മുടിയില്ലാതിരിക്കുക. അങ്ങനെയാണ് നമുക്ക് തന്നതിനെ പറ്റിയാ ചർച്ച ചെയ്യേണ്ടത്. വേറൊരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ, അത് നിങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്തു. ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എന്താ? അതിന്റെ ആൾക്കാരോട് ചോദിക്ക്. ഇവിടെ നമുക്ക് തന്ന മുടി, അതിന്റെ നീളം എത്ര, അതിന്റെ വലിപ്പം എത്ര, അതിന്റെ എണ്ണ എത്ര, ഇതിനെക്കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്ത്. മറ്റതുണ്ടോ ഇല്ലേ, അതിന് കിതാബിൽ എന്ത് പറഞ്ഞു, ജവാഹിറുൽ ബിഹാറിൽ എന്ത് പറഞ്ഞു, അതിന്റെ അപ്പുറത്ത് എന്ത് പറഞ്ഞു, അതൊക്കെ വേറെ ചർച്ച ചെയ്തോ. നമുക്ക് നമ്മുടെ കയ്യിൽ കേരളത്തിൽ ഇന്ന് 3 മുടി കഷ്ണമുണ്ട്. 2 ബറക്കാത്തി സയ്യിദന്മാരിൽ നിന്ന് ലഭിച്ചത്, 1 അഹമ്മദ് ഖസറജിയിൽ നിന്ന് ലഭിച്ചത്. ഈ തന്ന മുഴുവൻ ആളുകളെയും 100% മുസ്ലിം ഉമ്മത്തിന് വിശ്വാസമാണ്. വേറെ ആർക്കൊണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ തഹജ്ജുദ് കരിക്കുന്ന ആളാ കൊണ്ടുതന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതുവാ. ഇനി സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? 2 പെണ്ണില്ല, 2 ആണില്ലാതെ? എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും? ഇങ്ങനെയാണോ തെളിവ് നോക്കല്? സുഹൃത്തുക്കളെ, സംശയിക്കുന്നതിനുണ്ടൊരു അതിരുന്നായി പറഞ്ഞതിനർത്ഥം സംശയിക്കുന്നതിനും ഉണ്ടൊരു അതിരുന്ന്. എല്ലാറ്റിനും സംശയിക്കല. ഒരു മൊയ്ലിയാർക്ക് സംശയം, എന്താ സംശയം? ഞാന് ഇമാമായിട്ട് ജുമാക്ക് നിയത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് ആരും എന്നെ തുടർന്നിട്ടില്ലെങ്കിലോ? ഒരു മൊയ്ലിയാരുടെ സംശയമാണ്. കാരണം ഞാൻ ഇമാമായിട്ട് കരുതുകയും ചെയ്തു, ആരും ഒട്ട് തുടർന്നില്ല, ഞാൻ എന്താ ചെയ്യാ? ഒരു മൊയ്ലിയാരുടെ സംശയം. മൗമൂമിയൊക്കെ സംശയം, നമ്മളൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ ഇയാൾ എണീറ്റ് പോയെങ്കിലോ? വേറൊരു സംശയം. പറമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംശയം. എന്താ സംശയം? രജിസ്റ്റർ ചെയ്ത് കൊടുത്ത അയാൾ പൈസ തന്നില്ലെങ്കിലോ? പൈസ കൊടുക്കുന്ന ഒരു സംശയം, പൈസ അങ്ങ് കൊടുത്തിട്ട് ഒപ്പിട്ട് തന്നില്ലെങ്കിലോ? എപ്പ രജിസ്റ്റർ നടക്കുക? ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ? സംശയത്തിനുണ്ടോ പിന്നെ തീരല്? ഇങ്ങനെ സംശയിച്ചാൽ സംശയത്തിനുണ്ടൊരു പരിധി, എന്തിനുണ്ടൊരു അതിര്, എല്ലാം സംശയിക്കല. അതുകൊണ്ടാണ് ഏകദേശ കള്ള തരീക്കത്താരെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. മുടിക്ക് നീളം കണക്കുണ്ടാവില്ല, പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്താരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചുവടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കാൻ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തില്ല നീളമെന്നറിയോ?
എന്തേ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവர்களോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവர்களോട് ഷെയ്ഖ് അഹമ്മദ് അവർ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ.